ഹായ് ഓൾ, ഞാൻ റീമ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ബിക്കോസ് എൻ്റെ DMs ഒക്കെ ഇങ്ങനെ ഫുള്ളായി കിടക്കുകയാണ്. എല്ലാവരും ചോദിക്കുകയാണ്, മാം ലാസ്റ്റത്തെ ഒരു 1 മന്തിൽ എന്താണ് നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് എക്സാക്ട്ലി 26 days ആണ് നീറ്റിനുള്ളത് അല്ലേ. അപ്പം ഇപ്പം നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒഴിവാക്കും അല്ലേ. മോക്ക് ടെസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറയും, മാം ഞാൻ തിയറി പഠിക്കാൻ പോവാണ്, കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്, എന്നിട്ട് ഞാൻ എക്സാം എഴുതിക്കോളാം, അപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ എന്ന് എല്ലാവരും പറയും. പക്ഷേ അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു എന്താണ് അപ്രോച്ചാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാം, അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസ് എഴുതുക. എക്സാംസ് എഴുതിയിട്ടാണ് തിയറി പഠിക്കേണ്ടത്. ഓക്കെ, അല്ലാണ്ട് തിയറി പഠിച്ച് എക്സാംസ് എഴുതുക എന്നുള്ളത് അതൊരു നല്ലൊരു അപ്രോച്ച് അല്ല, എസ്പെഷ്യലി ലാസ്റ്റത്തെ 1 മന്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യാൻ, ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ട്രസ്റ്റ് മീ, നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, മാം എക്സാമിന് മാർക്ക് ഭയങ്കര കുറവാണ്, എൻ്റെ റൂംമേറ്റ്സിനൊക്കെ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് തീരെ മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ജേർണിയിൽ നമ്മൾ ഒറ്റക്കാണ്. നമ്മൾ ആരെയും നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ എഗെയിൻസ്റ്റ് നമ്മളെ തന്നെയാണ് നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളെ മാർക്ക് നിങ്ങൾ ഓരോ എക്സാംസ് കൂടെ ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. അല്ലാണ്ട് എനിക്ക് ആ ഫ്രണ്ടിനേക്കാളും മാർക്ക് കൂടണം എന്നുള്ളതല്ല നിങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക, NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, മോക്ക് ടെസ്റ്റ് എഴുതുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുള്ളൂ. അല്ലാണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആകെ എന്താവും, ഡിപ്രസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ബിക്കോസ് നീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി കോമ്പറ്റീറ്റീവ് എക്സാം. നിങ്ങൾ എക്സാം ഹാളിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും പറയും, മാം ഭയങ്കര എന്തോ ഫോഗായ മാതിരി, ബ്രെയിനൊന്നും വർക്ക് ചെയ്യുന്നില്ല, പെട്ടെന്ന് പേടിയാവുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ എന്ത് പറയുന്നത്, നിങ്ങൾ രാവിലെ എണീറ്റ് കുറച്ചൊരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നല്ല വൃത്തിക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.